അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി സ്വിഗ്ഗിയാണ്. ഞായറാഴ്ച ആയതുകൊണ്ട് സ്വിഗ്ഗി ഓടാമെന്ന് വിചാരിച്ച്. ഞായറാഴ്ച ദിവസങ്ങളിൽ സ്പെഷ്യൽ ഓഫറൊക്കെ ഇടും. നമ്മൾ ഞായറാഴ്ച എങ്ങനെയെങ്കിലും ഇറക്കാനായിട്ട് കാണിച്ചു തരാം. ഇപ്പോൾ സേഫ് റോഡ് തന്നെയാണ്. ഇപ്പോൾ സൈഡാക്കിയിട്ട് കാണിച്ചു തരാം ഇന്നത്തെ പരിപാടി. 11:30 മുന്നേ ഓണാക്കണം, ഇല്ലെങ്കിൽ ഇൻസെൻറ്റീവ് ബ്രേക്ക് ആവും. 4.5 മണിക്കൂർ നിൽക്കണം. ഇതായതുകൊണ്ടാണ്, പാർട്ട് ടൈം ആയതുകൊണ്ടാണ്. ഇന്നത്തെ ഓഫേഴ്സ് കാണിച്ചു തരാം. ഇന്ന് ഇത് 750 രൂപ അടിച്ചാൽ 325 രൂപ എക്സ്ട്രാ കിട്ടും. ഇത് പാർട്ട് ടൈമിൻ്റെ ഓഫറാണ്. സ്വിഗ്ഗി ഞാൻ പാർട്ട് ടൈമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 12 to 3 25 രൂപ എക്സ്ട്രാ ഉണ്ട്. 5 to 7 15 രൂപ ഉണ്ട്. 7 to 10 25 രൂപ ഉണ്ട്. ഇതൊക്കെയാണ് നമ്മളിന്ന് കംപ്ലീറ്റ് ചെയ്യാനുള്ള ഗോൾസ്. ഇതേ കഴക്കൂട്ടെത്തി സൈഡാക്കി ഓണാക്കി. ഇനിയിപ്പോൾ ഒരു 11:45 11:50 ആകുമ്പോഴേ ഓർഡർ അടിക്കുള്ളൂ എന്നും അങ്ങനെയാണ്. അങ്ങനെ ഇതാ 11:39 ആയപ്പോൾ ഫസ്റ്റ് ഓർഡർ അടിച്ച് 25ൻ്റെ ഓർഡറാണ്. 12 മണിക്ക് ശേഷം എക്സ്ട്രാ 25 ഉള്ളൂ. ഇപ്പോൾ ഇതെടുത്തേ പറ്റും. എടുത്തിട്ടുണ്ട്. ആ ഓർഡർ റെഡി ആയിട്ട് ഇതേ അടുത്ത അൽസാദിലായിരുന്നു. അവിടെ റീച്ച് കൊടുത്തപ്പോഴത്തേനും സെൽഫി. ഇത് ഭാഗ്യത്തിന് ഇത് മാത്രമേ ഉള്ളൂ, മുഖം മാത്രമേ ഉള്ളൂ. അല്ലാണ്ടൊരു സെൽഫി ഉണ്ട്, ബാഗും ഫേസും എല്ലാം കാണിച്ചിട്ട്. അതിൻ്റെ ഒരു ചടങ്ങെന്ന് പറയുന്നത്, നമ്മൾ എവിടെയെങ്കിലും കഷ്ടപ്പെട്ടൊന്ന് പാർക്ക് ചെയ്ത് ഹോൾട്ടറിന് അവിടെ എത്തുമ്പോഴായിരിക്കും റീച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇവന്മാർ ഫോട്ടോ വയ്ക്കും. പിന്നെ അതെടുക്കാൻ പുറത്ത് പോയി മൊത്തം മടുപ്പാവും. അതാണ് അതിൻ്റെ ഒരു ചടങ്ങായിട്ടുള്ളത്. പിന്നെ അത് കഴിഞ്ഞ് സുപ്രീമിൽ വന്ന് കുറേ പേര് വെയിറ്റിംഗ് ആണ് ഓർഡർ കിട്ടാൻ. അങ്ങനെ ഇരിക്കുകയാണ്. എൻ്റേത് ലാഗാണ്. അവർ തരുമ്പോഴല്ലേ നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ, വേറെ ഓപ്ഷൻ ഇല്ല. അങ്ങനെ റെസ്റ്റോറൻറ്റിൻ്റെ ലാഗൊക്കെ കഴിഞ്ഞ് കസ്റ്റമറിൻ്റെ ലൊക്കേഷൻ എത്തി. അവിടെയും കസ്റ്റമർ എടുക്കുന്നില്ല. എൻ്റെ ഫോണിൽ നിന്ന് കണക്ട് ചെയ്തിട്ട് എടുക്കുന്നില്ല. ഇൻ്റർനെറ്റ് ഓണായതുകൊണ്ട് നമുക്ക് കസ്റ്റമറിനെ കുറ്റം പറയാനും പറ്റില്ല. ചില സമയം കണക്റ്റ് ആവും, ചില സമയം കണക്റ്റ് ആവില്ല. പക്ഷെ നമുക്ക് റിങ് കേൾക്കണുണ്ടാവും. അതുകൊണ്ട് ഞാൻ സ്വിഗ്ഗി കോൾ സെൻറ്റർ വഴി കണക്ട് ചെയ്യാനുള്ള പരിപാടിയാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ കണക്റ്റ് ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നോക്കാം. അങ്ങനെ സ്വിഗ്ഗി എക്സിക്യൂട്ടീവിൻ്റെ രണ്ടാമത്തെ കോളിൽ കസ്റ്റമർ കണക്റ്റായി. സംഭവം കസ്റ്റമർ വീട്ടിലില്ല, പാരൻസിന് വേണ്ടിയിട്ടായിരുന്നു. അവരൊന്ന് കണക്ട് ചെയ്തു, കുഴപ്പമില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വേറൊരു ഓർഡർ അടിച്ച് കസ്റ്റമറിനെ വെയിറ്റ് ചെയ്യുന്ന രംഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു സാധനം കാണിച്ചു തരാം. നോക്കിയോ, അങ്ങോട്ട് നോക്കൂ. കയ്യെത്തിപ്പറിക്കാവുന്ന ദൂരത്തിൽ 2 മാങ്ങ. പക്ഷേ അരുത്, നമ്മൾ പറിക്കാൻ പാടില്ല എന്ന് മനസ്സിലായിക്കൊണ്ട് ഞാനതിനെ മൈൻഡ് ചെയ്യാതെ അങ്ങനെ നിൽക്കുന്ന കാഴ്ചയാണിത്. അങ്ങനെ ആ ഓർഡറൊക്കെ ഡെലിവർ ചെയ്ത് അങ്ങനെ നൈസായിട്ട് അടുത്ത ഓർഡർ എടുക്കാൻ പോകുന്ന പോക്കാണിത്. അങ്ങനെ അടുത്ത ഓർഡർ എടുക്കാൻ കയറിയപ്പോൾ ലിഫ്റ്റിൽ കണ്ണാടി. പിന്നെ ഒരു മിറർ സെൽഫി ആവാമെന്ന് വിചാരിച്ചു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ലോണം കേൾക്ക്, അടിപൊളിയല്ലേ? സംഭവം ഞാൻ വ്ളോഗിങ് തുടങ്ങിയെന്നുള്ള കാര്യം ഇടയ്ക്ക് വെച്ചൊന്ന് മറന്നുപോയായിരുന്നു. പിന്നെ അന്തരീക്ഷം മാറി ഇരുട്ടായപ്പോൾ ജസ്റ്റ് അതും കൂടി എടുക്കാമെന്ന് വിചാരിച്ച്. അതെടുത്തൊരു ഓർഡർ കൊണ്ടുപോകണ വഴിയാണ്. ജസ്റ്റ് ഇത് പെട്ടെന്ന് ആലോചിച്ചപ്പോൾ ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ച്. തിരക്കായതുകൊണ്ട് റൈഡിങ്ങിൽ ഷൂട്ട് ചെയ്യുന്നത് ശരിയല്ലല്ലോ. പിന്നെ ലിഫ്റ്റും കണ്ണാടിയും, പക്ഷേ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് മിസ്സിങ്. കുഴപ്പമില്ല. അങ്ങനെ വലിയ കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഒരു 7 കിലോമീറ്റർ പിക്കപ്പ് എന്ന് എന്നെ വീടിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് അടിച്ചു വിട്ട്. ഇതായിരുന്നു ആ റൂട്ട്. ഒരാവശ്യമില്ലായിരുന്നു 7 കിലോമീറ്റർ പിക്കപ്പൊക്കെ തരാൻ, അതും ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അല്ലെങ്കിലും നമ്മൾ നിർത്താറാകുമ്പോഴത്തേനും ഇവന്മാരുടെ സ്ഥിരം പരിപാടിയാണ്, എങ്ങോട്ടാണോ വീട് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് അടിച്ചു വിടും. അങ്ങനെ 17 കിലോമീറ്റർ കാലി അടിച്ചു വന്ന വിഷമത്തിൽ ഞാനങ്ങ് ഓഫാക്കി, മതിയായി. അങ്ങനെ ഇന്നത്തെ ഏണിങ്സ് 986. അതിലൂടെ ഒരു 325 രൂപ ഇൻസെൻറ്റീവ്, അതിലൊരു 300 രൂപ എണ്ണ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പരിപാടി. ബാക്കി നാളെ കാണാം. വിത്ത് ലവ്.